ഹലോ എവരിവൺ, ഇൻഫോടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ സെക്കൻഡ് സെം പഠിക്കുന്ന സ്റ്റുഡൻസിൻ്റെ അസൈൻമെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് അപ്ഡേറ്റ്സുകളാണ് പറയാൻ പോകുന്നത്. ഇപ്പോൾ സെക്കൻഡ് സെം പഠിക്കുന്ന സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ഇയറിൽ ഫ്രഷ് അഡ്മിഷൻ എടുത്ത സ്റ്റുഡൻസ് അല്ലേ, റീസെൻ്റ്ലി സെമസ്റ്റർ രജിസ്ട്രേഷനൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. ഈ ഒരു സ്റ്റുഡൻസിൻ്റെ ഫസ്റ്റ് സെമ്മിൻ്റെ അസൈൻമെൻറ്റ് റിസൾട്ടുകളൊക്കെ കുറച്ചായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളിപ്പോൾ സെക്കൻഡ് സെമ്മിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നിങ്ങൾ സെക്കൻഡ് സെമ്മിൻ്റെ അസൈൻമെൻറ്റുകൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങേണ്ട സമയമാണ്. എത്രയും പെട്ടെന്ന് തന്നെ അത് കംപ്ലീറ്റ് ചെയ്യേണ്ട സമയമാണ്. കാരണം സമയം പെട്ടെന്ന് പോവും. ഇനി പെട്ടെന്ന് തന്നെ അസൈൻമെൻറ്റുകൾ വയ്ക്കേണ്ട സബ്മിഷൻ്റെ ടൈമും കഴിഞ്ഞ തവണത്തെ പോലെ വരുന്നതാണ്. ഈ ഒരു സെക്കൻഡ് സെമ്മിൻ്റെ അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് വന്നു തുടങ്ങിയിട്ട് കുറച്ച് നാളായിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും എല്ലാ പ്രോഗ്രാംസിൻ്റെയും അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ ഒരു അപ്ഡേറ്റ് ഇതുവരെ യൂട്യൂബ് ചാനൽ വഴിയൊന്നും തരാതിരുന്നത്. കാരണം എല്ലാ കുട്ടികൾക്കും ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ലല്ലോ. അപ്പോൾ BA സോഷ്യോളജി, BA ഹിസ്റ്ററി, BBA അങ്ങനെയുള്ള കുറച്ച് മെയിൻ പ്രോഗ്രാംസിൻ്റെ അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങളുടെ LSCയുടെ സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ടല്ലോ, അതുവഴി ടീച്ചേഴ്സ് ഓൾറെഡി ഷെയർ ചെയ്ത് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാ ടീച്ചേഴ്സും അങ്ങനെ അവൈലബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ സ്റ്റുഡൻസിലേക്ക് വളരെ നേരത്തെ തന്നെ എത്തിച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും, വേറെ വ്യത്യാസം ഒന്നുമില്ല. കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ഒരു സബ്ജക്റ്റിൽ 2 സെറ്റ് ഓഫ് അസൈൻമെൻ്റ് ആണുള്ളത്. ഒന്ന് ഡിസ്ക്രിപ്റ്റീവും അനലിറ്റിക്കലും. അതുപോലെ ഒരു സെക്ഷനിൽ ഒരു ഡിസ്ക്രിപ്റ്റീവിലാണെങ്കിൽ 5 ക്വസ്റ്റ്യൻ ഉണ്ട്, അനലിറ്റിക്കലിലാണെങ്കിൽ നോക്കിയാൽ മനസ്സിലാവും 5 ക്വസ്റ്റ്യൻ ആണുള്ളത്. ക്വസ്റ്റ്യൻ കണ്ട സമയത്ത് പലർക്കും ഉള്ളൊരു ഡൗട്ടാണ്, കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ സെയിം പാറ്റേണിൽ തന്നെയാണോ അസൈൻമെൻറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളത്. സെയിം തന്നെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഒരു മാറ്റവും പുതിയതായിട്ട് വേണമെന്ന് യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടില്ല. അപ്പോൾ കഴിഞ്ഞ തവണത്തെ അസൈൻമെൻറ്റ് എങ്ങനെയായിരുന്നു? നമ്മളൊരു അസൈൻമെൻറ്റ് എഴുതുമ്പോൾ ആദ്യം ഡിസ്ക്രിപ്റ്റീവിൻ്റെ ഫോം വയ്ക്കണം, അതുപോലെ അതിൻ്റെ അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ, പിന്നെ ഇൻട്രൊഡക്ഷൻ വേണം, കൺക്ലൂഷൻ വേണം, ബിബ്ലോഗ്രാഫി വേണം, ഫുട് നോട്ട്സ്, ഇതെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു മാർക്ക് കിട്ടുള്ളൂ അല്ലേ. അതുപോലെ 10 to 15 ആ ഒരു പേജസ് റേഞ്ചിൽ മതി ഒരു സെറ്റ് അസൈൻമെൻറ്റ്. അപ്പോൾ അതുപോലെ തന്നെ കഴിഞ്ഞ തവണ നിങ്ങൾ എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. ഇനി അസൈൻമെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്ന കാര്യത്തിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ എങ്ങനെയാണ് ഹാൻഡ് റിട്ടൺ അസൈൻമെൻറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തേക്കാം. അത് കണ്ട് ഒന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കൂ കേട്ടോ. കഴിഞ്ഞ തവണത്തെ പോലെ ഇത്തവണയും ഓൺലൈൻ സബ്മിഷൻ തന്നെ ആയിരിക്കും. ഇനി തൊട്ട് ഓഫ്ലൈൻ അല്ലെങ്കിൽ LSCയിൽ നമ്മൾ അസൈൻമെൻറ്റ് കൊണ്ട് വയ്ക്കുന്ന അങ്ങനെ ഒരു പ്രൊസീജിയേഴ്സ് ഒന്നും ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം യൂണിവേഴ്സിറ്റി അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ കാര്യത്തിലും. അപ്പോൾ നമുക്ക് ഓൺലൈൻ തന്നെ വയ്ക്കുന്നതായിരിക്കും ഇപ്പോൾ എല്ലാ സ്റ്റുഡൻസിനും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കാര്യം. പിന്നെ റിസൾട്ടുകൾ പെട്ടെന്ന് വരാനാണെങ്കിലും ഓൺലൈൻ സബ്മിഷൻ തന്നെയാണ് നല്ലത്. ഇപ്പോൾ LSCയിലൊക്കെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ മേ ബി മാസങ്ങളോളം കഴിഞ്ഞായിരിക്കും നിങ്ങളുടെ റിസൾട്ടുകൾ വരുന്നത്. അതിലും നല്ലത് നിങ്ങൾ ഹാൻഡ് റിട്ടൺ അസൈൻമെൻറ്റ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട് അത് PDF ആക്കി ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യുന്നത് തന്നെ ആയിരിക്കും. കഴിഞ്ഞ തവണ ഫസ്റ്റ് സെമ്മിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവുമല്ലോ, സെയിം മെത്തേഡ് തന്നെയാണ്. നിലവിലിപ്പോൾ സബ്മിഷൻ്റെ ഡേറ്റ് ഒന്നും വന്നിട്ടില്ല. അതുകൊണ്ട് നമുക്ക് നിലവിൽ ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ജൂൺ ജൂലൈ മാസം ആ ഒരു ടൈം പീരീഡിൽ നമുക്ക് സബ്മിഷൻ്റെ ഡേറ്റ് പ്രതീക്ഷിക്കാം. കാരണം ഇപ്പം നിലവിൽ മെയ് മന്ത് ആണല്ലോ. കഴിഞ്ഞ തവണ ക്വസ്റ്റ്യൻ വന്ന ഒരു 2-3 മാസമൊക്കെ കഴിഞ്ഞപ്പോഴാണ് സബ്മിഷൻ്റെ ഡേറ്റ് വന്നു തുടങ്ങിയത്. അപ്പോൾ അങ്ങനെ ഒരു കാൽക്കുലേഷനിൽ നോക്കിക്കഴിഞ്ഞാൽ ജൂണിലോ ജൂലൈ മാസത്തിലോ സബ്മിഷൻ ഡേറ്റ് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള സ്റ്റുഡൻസ് അസൈൻമെൻറ്റുകൾ പതിയെ എഴുതി തുടങ്ങാൻ നോക്കുക. അല്ലെങ്കിൽ ലാസ്റ്റ് സമയം നമ്മൾ വെപ്രാളപ്പെട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. ഫസ്റ്റ് സെമ്മിലെ പോലെ തന്നെ സെക്കൻഡ് സെമ്മിലും ഇൻഫോടെക് ഹാൻഡ് റിട്ടൺ അസൈൻമെൻറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. PDF നമ്മൾ കൊടുക്കുന്നില്ല. സോൾവഡ് അസൈൻമെൻറ്റ്സ് നമുക്ക് അവൈലബിൾ അല്ല. കാരണം ഓരോ സ്റ്റുഡൻസിനും ഓരോ രീതിയിൽ PDF പ്രിപ്പയർ ചെയ്യുക, ആൻസർ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് അത് കൊടുക്കുന്നില്ല. ഹാൻഡ് റിട്ടൺ അസൈൻമെൻറ്റ്സ് നമ്മൾ യുണീക്കായിട്ട് ഓരോ സ്റ്റുഡൻസിന് ചെയ്തു കൊടുക്കുന്നുണ്ട് ഓരോ രീതിയിൽ. അപ്പോൾ നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾക്ക് സ്വന്തം ആയിട്ട് എഴുതാൻ സാധിക്കുന്നുണ്ടെങ്കിൽ എപ്പോഴും നല്ലത് സ്വയം അസൈൻമെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നത് തന്നെയാണ്. കാരണം അസൈൻമെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ സിലബസിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാം, പഠിക്കാനുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇനി ഒട്ടും എഴുതാൻ സമയമില്ല,
എങ്കിൽ മാത്രം, നിങ്ങൾക്ക് അത്ര തിരക്കുള്ള ആൾക്കാരാണെങ്കിൽ ഹാൻഡ് റിട്ടൺ അസൈൻമെൻറ്റ് സർവീസസ് യൂസ് ചെയ്യാവുന്നതാണ്. കാരണം അസൈൻമെൻറ്റ് വച്ചില്ല എന്നുള്ളൊരു കാരണം കൊണ്ട് നിങ്ങളുടെ ഡിഗ്രി കംപ്ലീറ്റ് ആവാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ വരാൻ പാടില്ലല്ലോ. സോ അങ്ങനെയുള്ള സ്റ്റുഡൻസിന് ഇൻഫോടെക്കിനെ വീഡിയോയിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. സോ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഗുഡ് ബൈ.